തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണൻ വിദ്യാലയം എന്ന കവിവാക്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ കുരുന്നു മനസ്സിലും നക്ഷത്ര ചിന്തകളും അറിവിന്റെ പാൽനിലാവും തൂകുന്ന കരിക്കാട്ടൂരിന്റെ വിജ്ഞാന ജ്യോതിസാണ് സെന്റ് തോമസ് വിദ്യാലയം. അറിവിന്റെ തേൻ നുകർന്ന് കലകളുടെ അലകളിൽ നീന്തി കുടിച്ച് ഈ അമ്മ വിദ്യാലയത്തിന്റെ സ്നേഹവും കരുതലും ഏറ്റുവാങ്ങിയ ശിഷ്യഗണങ്ങളേറെ അനേകായിരം തലമുറകൾക്ക് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മിഴിവേകി ജീവിതത്തിന്റെ പല തുറകളിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ അമ്മ വിദ്യാലയം തന്റെ 74-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെന്നും ചരിത്ര താളുകളിൽ സൂക്ഷിക്കുവാൻ ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് 2024-25 അധ്യയന വർഷത്തിലെ സംക്ഷിപ്ത റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ ആദരവോടെ സമർപ്പിക്കട്ടെ. 3 വർഷക്കാലം സെന്റ് തോമസിന്റെ അമരക്കാരിയായിരുന്നു കൊണ്ട് ഈ കലാലയത്തിന് സുത്യർഹമായ സംഭാവനകൾ നൽകിയ പ്രിയ ഹെഡ് മിസ്ട്രസ് ശ്രീമതി മിനി ജേക്കബ് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചുകൊണ്ട് 2024 മാർച്ച് 31 ഈ കലാലയത്തോട് വിടവാങ്ങി. പ്രിയ മിനി ടീച്ചറിന് സെന്റ് തോമസ് കുടുംബത്തിന്റെ സ്നേഹോഷ്മളമായ ആദരം. തുടർന്ന് 2024-25 അധ്യയന വർഷ ആരംഭത്തിൽ മണിമല ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്നും ശ്രീമതി മിനിമോൾ ജോസഫ് സെന്റ് തോമസിന്റെ പുതിയ ഹെഡ് മിസ്ട്രസായി ചാർജ് എടുത്തു. ഈ കലാലയത്തിൽ 7 വർഷക്കാലം സേവനം ചെയ്തിരുന്ന ശ്രീമതി മീന ജോസ് തന്റെ പഠനത്തിന്റെ ഭാഗമായി സെന്റ് മൈക്കിൾസ് തപ്പൻപള്ളി സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോവുകയും ചെയ്തു. മീന ടീച്ചറിന്റെ സേവനങ്ങൾ നന്ദിയോടെ സെന്റ് തോമസ് കുടുംബം സ്മരിക്കും. ഈ കലാലയത്തിൽ താൽക്കാലികമായി നിയമിതനാവുകയും സെന്റ് തോമസ് കുടുംബത്തിന് കാതലായ സംഭാവനകൾ നൽകുകയും ചെയ്ത ശ്രീ ജോ ജോസഫിനെ നന്ദിയോടെ സ്മരിക്കും. പ്രവേശനോത്സവം 2024-25 അധ്യയന വർഷത്തിലെ പ്രവർത്തന പരിപാടികൾ ആഘോഷകരമായ പ്രവേശനോത്സവ സമ്മേളനത്തോടുകൂടി ആരംഭിച്ചു. പുതുതായി വിദ്യാലയത്തിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്ക് സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പ്രവേശനോത്സവത്തിന് മുഖ്യാതിഥികളായി മണിമല പഞ്ചായത്ത് മെമ്പർ ശ്രീ സിറിൽ തലത്തിൽപ്പറമ്പിൽ, മുൻ പ്രഥമാധ്യാപിക ശ്രീമതി മിനി ജേക്കബ്, PTA പ്രസിഡന്റ് ശ്രീ ജെമി ജോസ് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് മെമ്പർ സിറിൽ സാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീ ജെമി ജോസ് ഉളംതോട്ടത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുകയും മുൻ HM ശ്രീമതി മിനി ജേക്കബ് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. പ്രവേശനോത്സവ സമ്മേളനത്തിന് ശേഷം മണിമല ഗ്രാമപഞ്ചായത്തിൽ നിന്നും സെന്റ് തോമസ് സ്കൂളിന് അനുവദിച്ച കുഴൽക്കിണറിന്റെ സ്മാരക ഫലകം സ്ഥാപിക്കൽ ചടങ്ങ് നടന്നു. സ്മാരക ഫലത്തിന്റെ തിരശ്ശീല നീക്കൽ കർമ്മം മണിമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിനോയ് കുട്ടിമണി നിർവഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിൽ 2 ഡിവിഷനുകളിലായി 140 വിദ്യാർത്ഥികളും നഴ്സറിയിൽ 21 വിദ്യാർത്ഥികളും പഠിക്കുന്നു. പ്രൈമറി വിഭാഗത്തിൽ 8 അധ്യാപകരും പ്രീ പ്രൈമറി വിഭാഗത്തിൽ 2 അധ്യാപകരും 3 അനധ്യാപകരും ഇവിടെ സേവനം ചെയ്യുന്നു. അധ്യയന വർഷാരംഭത്തിൽ തന്നെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി മിനിമോൾ ജോസഫിന്റെ നേതൃത്വത്തിൽ സ്റ്റാഫ് കൗൺസിൽ ചേരുകയും അധ്യാപകർക്ക് വിവിധ ചുമതലകൾ നൽകുകയും ചെയ്തു. ഇയർ പ്ലാനും അക്കാദമി മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി ദിവ്യ തോമസിനെയും SRG കൺവീനറായി ശ്രീമതി DPP ജോസഫിനെയും PTA സെക്രട്ടറിയായി ശ്രീമതി സിൻഡാമോ ജോസഫിനെയും ഹെൽത്ത് ആൻഡ് നേച്ചർ ഇൻചാർജായി ശ്രീമതി സോണിയ തോമസിനെയും സ്കൂൾ ബസ് ഇൻചാർജായി ശ്രീമതി ബിന്ദു ജോർജിനെയും തെരഞ്ഞെടുത്തു. വിവിധ ക്ലബ്ബുകൾ. ഒരു വിദ്യാലയത്തിൽ കുട്ടികളുടെ സവിശേഷമായ ശേഷികളും നൈപുണികളും മെച്ചപ്പെടുത്തുന്നതിന് വിവിധ ക്ലബ്ബുകൾ അനിവാര്യമാണ്. അധ്യയന വർഷാരംഭത്തിൽ തന്നെ സെന്റ് തോമസ് സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. ആർട്സ് ക്ലബ്, ഹെൽത്ത് ആൻഡ് നേച്ചർ ക്ലബ്, ശാസ്ത്ര ക്ലബ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, ക്വിസ് ക്ലബ് എന്നിങ്ങനെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം, സ്വാതന്ത്ര്യദിനം, ഓണാഘോഷം, ശാസ്ത്രമേള, കലോത്സവം, ശിശുദിനം, ഗാന്ധി ജയന്തി, ക്രിസ്മസ്, റിപ്പബ്ലിക് ദിനം തുടങ്ങിയവ ഏറെ പ്രാധാന്യത്തോടെ സംഘടിപ്പിക്കുകയും വിവിധ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. പരിസ്ഥിതി ദിനം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച്
സെന്റ് തോമസ് സ്കൂളിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടത്തപ്പെട്ടു. വൃക്ഷത്തൈ നടി, പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണം, പ്രകൃതി സംരക്ഷണ പോസ്റ്റർ നിർമ്മാണം, സ്കൂൾ പച്ചക്കറിത്തോട്ട നിർമ്മാണ ഉദ്ഘാടനം ഇവ നടത്തും. വായന ദിനം. ജൂൺ 19 വായന ദിനത്തോടനുബന്ധിച്ച് സെന്റ് തോമസ് സ്കൂളിൽ വിവിധ പരിപാടികൾ നടത്തപ്പെടുകയുണ്ടായി. സെന്റ് തോമസിന്റെ പ്രിയങ്കരിയായ പൂർവാധ്യാപിക സെനു ടീച്ചർ മുഖ്യാതിഥിയായി എത്തുകയും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് വായനാശീലം കുട്ടികളിൽ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീ ജോ ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നൽകി. വായന മൂല സജ്ജീകരണം, വായനക്കുറിപ്പ്, വായന നാടകം എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകി. സ്കൂൾ PTA. 2024 ജൂൺ 20 സ്കൂൾ PTA ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയും പുതിയ അധ്യയന വർഷത്തെ PTA ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. PTA പ്രസിഡന്റായി ശ്രീ ജെന്നി ജോസ് ഇളംതോട്ടത്തിനെയും MPTA പ്രസിഡന്റായി ശ്രീമതി ബ്ലെസ്സിമോൾ ബാബുവിനെയും മറ്റു PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ആരോഗ്യകരമായ രക്ഷാകർതൃത്വം ആധുനിക യുഗത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് മണിമല ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ മുൻ പ്രഥമാധ്യാപികയായിരുന്ന സിസ്റ്റർ ജെയ്സിലി CMC മാതാപിതാക്കൾക്ക് ക്ലാസ് നയിക്കുകയുണ്ടായി. സ്കൂൾ ഡേ ആഘോഷം. വിശുദ്ധ തോമസ് ശ്ലീഹയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം സ്കൂൾ ഡേ ആയി കൊണ്ടാടുന്നത് ജൂലൈ 3 ദുഃഖ്രാന പെരുന്നാളാണ്. പ്രസ്തുത ദിവസം സ്കൂൾ അവധിയായതിനാൽ 4/7/2024 സ്കൂൾ ഡേ ആഘോഷ പരിപാടികൾ നടത്തപ്പെട്ടു. രാവിലെ വിശുദ്ധ കുർബാനയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. കുട്ടികൾക്ക് സ്കൂൾ ഡേയോടനുബന്ധിച്ച് സ്പെഷ്യൽ ഫുഡ് നൽകി. യോഗാ ഡേ. 21/6/2024 യോഗാ ദിനത്തോടനുബന്ധിച്ച് ശ്രീമതി സിൻഡാമോൾ ജോസഫിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പ്രത്യേക യോഗ പരിശീലനം സംഘടിപ്പിച്ചു. ചാന്ദ്ര ദിനാഘോഷം. ചാന്ദ്ര ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് പ്രസംഗം, അമ്പിളിപ്പാട്ടുകൾ, അമ്പിളിക്കഥകൾ എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മാതാപിതാക്കൾക്ക് വേണ്ടി സയൻസ് മോഡൽ മേക്കിംഗ് കോമ്പറ്റീഷനും നടത്തപ്പെട്ടു. പ്രസംഗ മത്സരത്തിൽ കുമാരി അലോണ മരിയ ഷിജു 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുമാരി എബർട്ട് ജെയിംസ് അമ്പിളിപ്പാട്ട് മത്സരത്തിന് 1ാം സ്ഥാനവും കുമാരി ദക്ഷിണ സതീഷ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അമ്പിളിക്കഥയ്ക്ക് കുമാരി അൽഫിയ സാറ മജു സമ്മാനാർഹയായി. രക്ഷകർത്താക്കളുടെ മോഡൽ മേക്കിംഗ് മത്സരത്തിൽ ശ്രീമതി അശ്വതി P. അജിത്തും ശ്രീമതി ബ്ലെസ്സിമോൾ ബാബുവും സമ്മാനാർഹരായി. സ്കൂൾ പച്ചക്കറിത്തോട്ടം. കുട്ടികളിൽ നല്ല ആരോഗ്യശീലവും കാർഷിക സംസ്കാരവും വളർത്തുന്നതിനും വിഷരഹിത പച്ചക്കറികൾ സ്കൂൾ വളർപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുമായി പച്ചക്കറിത്തോട്ടം ആരംഭിച്ചു. PTA അംഗങ്ങളുടെ സഹായ സഹകരണത്തോടെ ഗ്രോ ബാഗുകളിൽ മണ്ണ് നിറച്ച് പച്ചക്കറി വിത്തുകളും തൈകളും ശേഖരിച്ച് പരിപോഷിച്ചു വരുന്നു. ഹെഡ്മിസ്ട്രസ് മിനി ടീച്ചറിന്റെയും നേച്ചർ ക്ലബ് ഇൻചാർജ് സോണിയ ടീച്ചറിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾ തന്നെ അവരുടെ പച്ചക്കറിത്തോട്ടം പരിപാലിച്ചു വരുന്നു. ഈ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ശ്രമദാനമായും മറ്റു സഹായ സഹകരണങ്ങളായും നൽകിയ പ്രിയ PTA അംഗങ്ങൾക്കും എല്ലാ സുമനസ്സുകൾക്കും സെന്റ് തോമസ് കുടുംബത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് പച്ചക്കറി തൈകളും ഗ്രോ ബാഗുകളും സംഭാവന ചെയ്ത ലയൺസ് ക്ലബ് അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കും. ഹിരോഷിമ നാഗസാക്കി ദിനം. സെന്റ് തോമസ് സ്കൂളിൽ ഓഗസ്റ്റ് 9 ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ യുദ്ധവിരുദ്ധ പോസ്റ്റർ നിർമ്മിക്കുകയും പ്രദർശനം നടത്തുകയും ചെയ്തു. സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രീ ജോ ജോസഫ് സേ നോ ടു വാർ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സെന്റ് തോമസ് സ്കൂളിൽ സ്വാതന്ത്ര്യദിന റാലിയും ക്വിസ് മത്സരവും ഫാൻസി ഡ്രസ് മത്സരവും പ്രസംഗ മത്സരവും ദേശഭക്തിഗാന മത്സരവും നടത്തപ്പെട്ടു. സ്കൂൾ അസംബ്ലി. കുട്ടികളിൽ അച്ചടക്കവും സാമൂഹ്യ ബോധവും ആത്മീയവും ശാരീരികവുമായ ബൗദ്ധിക വികാസവും രൂപപ്പെടുത്തുന്നതിൽ സ്കൂൾ അസംബ്ലികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയിൽ ആഴ്ചയിൽ 2 ദിവസം വീതം കൃത്യമായി അസംബ്ലി നടത്തിവരുന്നു. പ്രാർത്ഥന, പ്രതിജ്ഞ, മതഗ്രന്ഥ പാരായണം, GK, കറണ്ട് അഫയേഴ്സ്, സ്പെഷ്യൽ പ്രോഗ്രാം ഇവയ്ക്കെല്ലാം കുട്ടികൾ നേതൃത്വം നൽകുന്നതിലൂടെ അവരുടെ അപകർഷതാ ബോധം നീക്കുന്നതിനും ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടികൾ തങ്ങളുടെ സംഭാവനയായി സ്കൂൾ ഉദ്യാനത്തിലേക്ക് പൂച്ചെടികൾ സമർപ്പിക്കുന്ന ചടങ്ങും അസംബ്ലിയിലെ മുഖ്യ ആകർഷണമാണ്. അധ്യാപക ദിനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ
കുട്ടികൾ പ്രിയ അധ്യാപകർക്ക് പൂച്ചെണ്ടുകൾ നൽകി ആദരിക്കുകയും അന്നേ ദിവസം അധ്യാപക വേഷത്തിലെത്തി കുട്ടി അധ്യാപകർ ക്ലാസ് എടുക്കുകയും ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് സദ്യ ഒരുക്കി. അത്തപ്പൂക്കളമിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും നേർമയ വേഷത്തിലെത്തി ഓണത്തപ്പനെ വരവേറ്റു. ഓണസദ്യ ഒരുക്കുവാൻ കുഞ്ഞുങ്ങളുടെ കൈവശം വിഭവങ്ങൾ സമർത്ഥമായി കൊടുത്തയക്കുകയും ഇവർ വന്ന സദ്യയ്ക്ക് ആവശ്യമായ എല്ലാ ജോലികളിലും സഹകരിക്കുകയും ചെയ്ത നല്ലവരായ മാതാപിതാക്കളെ നന്ദിയോടെ ഓർക്കും. വിദ്യാലയ മികവുകൾ വിജയിച്ചു. 2023-24 അധ്യയന വർഷത്തെ LSS സ്കോളർഷിപ്പ് ഈ വിദ്യാലയത്തിലെ കുമാരി അൽവിയ ജോമോൻ കരസ്ഥമാക്കി. ഒക്ടോബർ 15, 16, 17 തീയതികളിൽ പാഴൂർ സെന്റ് പോൾസ് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട കറുകച്ചാൽ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സോഷ്യൽ സയൻസ് ഫെയർ ചാർട്ട് പ്രസന്റേഷന് നമ്മുടെ വിദ്യാലയത്തിലെ കുമാരി അലോണ മരിയ ഷിജുവും കുമാരി ദർശന പിയുവും സെക്കൻഡ് എ ഗ്രേഡ് നേടി സെന്റ് തോമസിന് സെക്കൻഡ് ഓവറോൾ കിരീടം നേടിക്കൊടുത്തു. സബ് ജില്ലാ ഗണിതശാസ്ത്രമേളയിൽ കുമാരി ആൻ മരിയ ജോബി ജോമെട്രിക്കൽ പാറ്റേണിന് എ ഗ്രേഡും കുമാരി ഇവാനിയ പി ജോബി പസിലിന് ബി ഗ്രേഡും മാസ്റ്റർ ആര്യൻ കെ പ്രദീപ് നമ്പർ ചാർട്ടിന് ബി ഗ്രേഡും കരസ്ഥമാക്കി. സബ് ജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ കുട്ടികൾ സെക്കൻഡ് ഓവറോൾ കിരീടം സ്വന്തമാക്കി. ബാഡ്മിന്റൺ നെറ്റ് മേക്കിംഗിന് മാസ്റ്റർ ആൽവിൻ രഞ്ജിത്ത് ഫസ്റ്റ് എ ഗ്രേഡ് നേടി. അംബർല മേക്കിംഗിന് മാസ്റ്റർ ആഷിഖ് റോയ് ദേവ് എ ഗ്രേഡും അനുശ്രീ കൃഷ്ണ ക്ലേ മോഡലിംഗിന് ബി ഗ്രേഡും മാസ്റ്റർ അദ്വൈത് പ്രവീൺ ചോപ്പ് മേക്കിംഗിന് സെക്കൻഡ് എ ഗ്രേഡും ഹാൻഡ് എംബ്രോയിഡറിക്ക് കുമാരി അനുപമ പ്രസാദ് എ ഗ്രേഡും ഇലക്ട്രിക്കൽ വയറിംഗിന് മാസ്റ്റർ ഷാമോൻ എം സുനിൽ തേർഡ് എ ഗ്രേഡും മെറ്റൽ എൻഗ്രേവിംഗിന് മാസ്റ്റർ അമൽ കെ ലിബിൻ ബി ഗ്രേഡും കരസ്ഥമാക്കി. മാസ്റ്റർ സൂരജ് കെ സജിത് കൊയർ മാറ്റ് മേക്കിംഗ് അൻഫിൽ അനിമേഴ്സ് ത്രെഡ് പാറ്റേൺ വൈഗ മണികണ്ഠൻ ബുക്ക് ബൈൻഡിംഗ് എന്നീ ഇനങ്ങളിൽ സി ഗ്രേഡ് കരസ്ഥമാക്കി. നവംബർ 11, 12, 13 തീയതികളിൽ നെടുകുന്നം സെന്റ് തെരേസ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട സബ് ജില്ലാ കലോത്സവത്തിൽ 40ഓളം സ്കൂളുകളെ പിന്തള്ളി നമ്മുടെ വിദ്യാലയം സെക്കൻഡ് ഓവറോൾ കിരീടം സ്വന്തമാക്കി. പങ്കെടുത്ത 13 ഇനങ്ങളിൽ 11 എ ഗ്രേഡും 2 ബി ഗ്രേഡും കരസ്ഥമാക്കാൻ സെന്റ് തോമസിന് സാധിച്ചു. മലയാളം ആക്ഷൻ സോങ്ങിന് കുമാരി അവന്തിക പി അജിത് എ ഗ്രേഡും ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങിന് കുമാരി റിയ ആന്റണി എ ഗ്രേഡും നേടി. മാസ്റ്റർ നെവിൻ ജസ്റ്റിൻ മാപ്പിളപ്പാട്ടിന് എ ഗ്രേഡും ലളിതഗാനത്തിന് സെക്കൻഡ് എ ഗ്രേഡും കരസ്ഥമാക്കി. കവിതയ്ക്ക് കുമാരി അനുപമ കുഞ്ഞുമോനും തമിഴ് പ്രസംഗത്തിന് കുമാരി അലോണ മരിയ ഷിജുവും എ ഗ്രേഡ് കരസ്ഥമാക്കി. മോണാക്ട്, കഥാകഥനം ഇവയ്ക്ക് കുമാരി സായ ജയേഷും കുമാരി ആരാധ്യ കെ ആറും എ ഗ്രേഡ് കരസ്ഥമാക്കി. കന്നഡ പ്രസംഗത്തിന് കുമാരി അനുപമ പ്രസാദ് എ ഗ്രേഡും കവിതയ്ക്ക് ബി ഗ്രേഡും നേടി. ചിത്രരചനയ്ക്ക് മാസ്റ്റർ അഭിനവ് രവി ബി ഗ്രേഡ് നേടി. ദേശഭക്തി ഗാനം, സംഘഗാനം എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി. തൃശ്ശൂരി കോർപ്പറേറ്റ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന 2023-24 അധ്യയന വർഷത്തെ വിജ്ഞാനോത്സവം റിലിജൻ മോറൽ സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുമാരി ആൻ മരിയ ജോബി 2ാം റാങ്ക് കരസ്ഥമാക്കി. മണിമല സെന്റ് ജോർജ് HSSൽ വെച്ച് നടത്തപ്പെട്ട ECL മേഖല ടാലന്റ് ഫെസ്റ്റിൽ എസ്എ റൈറ്റിംഗിന് കുമാരി ക്രിസ്റ്റ സൈജു 2ാം സ്ഥാനവും കഥാരചനയിൽ കുമാരി ആൻ മരിയ ജോബി 2ാം സ്ഥാനവും ലളിതഗാനത്തിൽ മാസ്റ്റർ നെവിൻ ജസ്റ്റിൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കായികമേള 2024 നവംബർ 22 കരിക്കാട്ടൂർ CCN സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട കറുകച്ചാൽ സബ് ജില്ലാ കായികമേളയിൽ നമ്മുടെ കുട്ടികൾ സെക്കൻഡ് ഓവറോൾ കിരീടം സ്വന്തമാക്കി. 50 മീറ്റർ, 100 മീറ്റർ റേസ്, സ്റ്റാൻഡിംഗ് ബോർഡ് ജംപ്, ലോങ് ജംപ്, റിലേ എന്നിവയിൽ നമ്മുടെ ചുണക്കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. LP കിഡീസ് ബോയ്സ് 4x100 മീറ്റർ റിലേയിൽ നമ്മുടെ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. നമ്മുടെ സ്കൂളിലെ മാസ്റ്റർ ആഷിഖ് റോയ് ദേവ് LP കിഡീസ് ബോയ്സ് ലോങ് ജമ്പിന് ഫസ്റ്റ് പ്രൈസും 50 മീറ്റർ റേസിന് സെക്കൻഡ് പ്രൈസും നേടുകയുണ്ടായി. കുമാരി ദർശന PU LP മിനി 100 മീറ്ററിനും 50 മീറ്ററിനും തേർഡ് പ്രൈസ് നേടി. മാസ്റ്റർ ആഷിഖ് റോയ് ദേവ് നമ്മുടെ സ്കൂൾ തല ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടു. സെന്റ് തോമസ് വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തുവാൻ കഠിനാധ്വാനം ചെയ്ത കുടുംബ പ്രതിഭകൾക്ക് അഭിനന്ദനം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ദീപിക കളർ ഇന്ത്യ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുമാരി
ശിവപാർവതി കെ അഭിജിത്ത് കാറ്റഗറി 1-ൽ 1-ാം സ്ഥാനം നേടി. കുമാരി ആൻമരിയ ജോബി കാറ്റഗറി 2-ൽ 1-ാം സ്ഥാനവും കുമാരി ക്രിസ്റ്റ സൈജു കൺസോലേഷൻ പ്രൈസും നേടി. വിദ്യാലയ പ്രവർത്തനങ്ങൾ. രാവിലെ 9:30 ഫസ്റ്റ് ബെല്ലോടുകൂടി സ്കൂൾ സമയം ആരംഭിക്കുന്നു. വൈകുന്നേരം 3:45 വരെയാണ് പഠന സമയം. ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ അസംബ്ലി നടത്തിവരുന്നു. രാവിലെ 9 മണി മുതൽ 9:45 വരെയും വൈകുന്നേരം 3:15 മുതൽ 3:45 വരെയുമുള്ള സമയങ്ങളിൽ റെമഡിയൽ കോച്ചിംഗ് നടത്തപ്പെടുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പിന്തുണാ പ്രവർത്തനങ്ങൾ നൽകുന്നു. ക്ലാസ് ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ, ഓണം, ക്രിസ്മസ്, വാർഷിക പരീക്ഷകൾ എന്നിവയിലൂടെ കുട്ടികളുടെ മൂല്യനിർണ്ണയം നടത്തുകയും ക്ലാസ് PTA വിളിച്ചുകൂട്ടി കുട്ടികളുടെ നിലവാരം വിശകലനം ചെയ്യുകയും പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സഹായകമായ പ്രവർത്തനങ്ങൾ നൽകുകയും ചെയ്യുന്നു. കുട്ടികളെ PSC പരീക്ഷകൾ പോലെയുള്ള മത്സര പരീക്ഷകൾ നേരിടുവാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി എക്സലൻസ് സ്കോളർഷിപ്പ്, മാത്സ് പരിശീലനം, ക്വിസ് ക്ലബ്, GK, കറണ്ട് അഫയേഴ്സ്, വായന പരിശീലനം, ഇംഗ്ലീഷ് ഗ്രാമർ, LSS പരിശീലനം ഇവ നടത്തിവരുന്നു. ആഴ്ചയിൽ 3 ദിവസം മതപഠനം, സന്മാർഗ പഠനം ഇവ നൽകി കുട്ടികളെ ആധ്യാത്മികതയും ധാർമ്മിക ബോധമുള്ളവരുമാക്കി വളർത്തുവാൻ അധ്യാപകർ ശ്രദ്ധിക്കുന്നു. കൂടാതെ കുട്ടികളുടെ വ്യക്തിത്വം, ആരോഗ്യം, വ്യക്തിശുചിത്വം, സ്വഭാവ രൂപീകരണം, മാനസികാരോഗ്യം, ഉല്ലാസം ഇവ പ്രത്യേകമായി പരിഗണിച്ച് ശ്രദ്ധയും നിർദ്ദേശങ്ങളും നൽകി വളർത്തുന്നു. 3 വർഷാരംഭത്തിൽ തന്നെ ഈ വിദ്യാലയത്തെയും കുഞ്ഞുങ്ങളെയും പരിശുദ്ധത്തിന് സമർപ്പിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തുകയും മാസാദ്യ വെള്ളിയാഴ്ചകളിൽ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിവരികയും ചെയ്യുന്നു. നവംബർ 14 ശിശുദിനത്തോടനുബന്ധിച്ച് സെന്റ് തോമസ് സ്കൂളിൽ ശിശുദിന റാലിയും പ്രസംഗ മത്സരവും ഫാൻസി ഡ്രസ് മത്സരവും ദേശഭക്തിഗാന മത്സരവും നടത്തും. നവംബർ 21 പാമ്പാടി ഐറ സ്പോർട്സ് ഹബിലേക്ക് നമ്മുടെ കുട്ടികളെ ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോവുകയുണ്ടായി. കുട്ടികൾക്ക് കളിക്കുവാനും ഉല്ലസിക്കുവാനും ഒരുപാട് റൈഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഉല്ലാസയാത്ര സെന്റ് തോമസിലേക്ക് വരുന്നവർക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം. ആശാനിലയം സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട ഇന്റർനാഷണൽ സ്പെഷ്യൽ സ്കൂൾ എക്സിബിഷനിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു. ക്രിസ്മസ് ആഘോഷം. രക്ഷകന്റെ തിരുപ്പിറവി സെന്റ് തോമസ് കുടുംബം ഭക്തി നിർഭരമായി കൊണ്ടാടി. ഡിസംബർ 1 മുതൽ 25 വരെയുള്ള ദിനങ്ങൾ രക്ഷകന്റെ വരവേൽപ്പിന് ഒരുക്കമായിരുന്നു. തിരുവചന സന്ദേശം നൽകുവാനും പുണ്യപ്രവർത്തികൾ ചെയ്യുവാനും നമ്മുടെ കുരുന്നുകൾ സമയം കണ്ടെത്തി. അങ്ങനെ വചനപ്രഘോഷകരായി ഉണ്ണിയേശുവിനെ വരവേൽക്കുവാൻ അവർ ഒരുങ്ങി. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് കരോൾ ഗാനം, വചനരംഗാവതരണം ഇവ നടത്തപ്പെട്ടു. കുട്ടികൾക്ക് കേക്കും ചിക്കൻ ബിരിയാണിയും വിതരണം ചെയ്തു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി വളരെ കൃത്യതയോടെ മുന്നോട്ട് പോകുന്നു. ആഴ്ചയിൽ 2 ദിവസം പാൽ, 1 ദിവസം മുട്ട, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പോഷകാഹാരങ്ങൾ, വിശേഷ ദിവസങ്ങളിൽ സ്പെഷ്യൽ ഫുഡ് ഇങ്ങനെ നൽകിപ്പോരുന്നു. സ്കൂൾ അടുക്കളയും സ്റ്റോർ റൂമും വൃത്തിയായി സൂക്ഷിക്കുന്നു. എല്ലാ മാസവും നോൺ മീൽ കമ്മിറ്റി കൃത്യമായി ചേരുന്നു. പരിശീലന ക്ലാസുകൾ. വിദ്യാഭ്യാസ വകുപ്പ് അവധിക്കാലത്ത് നടത്തിയ അവധിക്കാല പരിശീലന പരിപാടിയിൽ എല്ലാ അധ്യാപകരും സജീവമായി പങ്കെടുത്തു. 6/5/2024 മുതൽ 10/5/2024 വരെ കേരള സമഗ്ര ശിക്ഷയുടെയും കോട്ടയം ഈസ്റ്റ് BRCയുടെയും നേതൃത്വത്തിൽ കോട്ടയം ബേക്കർ മെമ്മോറിയൽ GHSൽ വെച്ച് നടത്തപ്പെട്ട BRG ട്രെയിനിങ്ങിൽ കറുകച്ചാൽ ഉപജില്ലയ്ക്ക് വേണ്ടി ശ്രീമതി ദിവ്യ തോമസ് പരിശീലനം നേടി. ശ്രീമതി സിൻഡാമോൾ ജോസഫ് ICT പഠനവുമായി ബന്ധപ്പെട്ട് സെന്റ് പോൾസ് HSS വാഴൂരിൽ വെച്ച് നടത്തപ്പെട്ട ശില്പശാലയിലും SCRT സംഘടിപ്പിച്ച സംസ്ഥാനതല ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാമിലും പങ്കെടുത്തു. ആന്റി റേബിസ് ഡേയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പേവിഷബാധയെക്കുറിച്ച് മണിമല പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീമതി രേഖ ശങ്കർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ കുട്ടികൾക്ക് നല്ല ആരോഗ്യശീലങ്ങളെക്കുറിച്ച് ശ്രീ ജോ ജോസഫ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റോഡ് സുരക്ഷയെക്കുറിച്ച് പഞ്ചായത്ത് തലത്തിൽ നിന്നും കുട്ടികൾക്ക് പരിശീലന ക്ലാസ് ലഭിച്ചു. സ്കൂൾ വികസന പ്രവർത്തനങ്ങൾ. വളരെ ശോചനീയാവസ്ഥയിലായിരുന്ന നമ്മുടെ സ്കൂൾ ചുറ്റുമതിൽ
അപകടാവസ്ഥ നീക്കി പുതുക്കിപ്പണിത് ബില്ലിടുവാൻ നമുക്ക് സാധിച്ചു. ഈ പ്രവർത്തനത്തിന് കായികമായും സാമ്പത്തികമായും നമ്മെ സഹായിച്ച സുമനസ്സുകളെ നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ മനോഹരമായൊരു ഓർഗാനിക് ഫാമിന് നമ്മൾ നാന്ദി കുറിച്ചു. സ്കൂൾ ഓഫീസിന് സമീപമുള്ള പ്രദേശം UV ഷീറ്റ് പച്ചക്കറി കൃഷിക്ക് ഉപയുക്തമാക്കി. നമ്മുടെ വിദ്യാലയത്തിലെ ജല ദൗർലഭ്യം പരിഹരിച്ചുകൊണ്ട് മണിമല ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമുക്ക് കുഴൽ കിണർ ലഭിക്കുകയുണ്ടായി. സെന്റ് തോമസിന്റെ ഏറ്റവും അഭിമാനകരമായ മണിമല ഗ്രാമപഞ്ചായത്തിൽ നിന്നും ശുചിത്വ മിഷന്റെ ഭാഗമായി നമുക്ക് പണിത് നൽകിയ ഏറ്റവും ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു ധർമ്മപ്രവർത്തി ചെയ്യുവാൻ ചുമതലവഹിച്ച നമ്മുടെ പഞ്ചായത്ത് മെമ്പറും മണിമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ സിറിൽ പടർത്തിപ്പറമ്പിൽ സാറിനും വിനോദ് തെറ്റിമണൽ സാറിനും മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾക്കും ഈ വർക്ക് ഏറ്റെടുത്ത് ഭംഗിയായി പൂർത്തീകരിച്ച കോൺട്രാക്ടർ ശ്രീ രവീഷിനും ഈ ഒരു പദ്ധതിക്ക് ആദ്യമായി കരുക്കൾ നീക്കി ഞങ്ങളുടെ പേര് ബഹുമാനപ്പെട്ട മിനി ടീച്ചറിനും നന്ദിയുടെ മറുമലരുകൾ അർപ്പിച്ചുകൊള്ളും. സ്റ്റാഫ് ടൂർ ഒരു വിദ്യാലയത്തിൽ നിന്ന് മറ്റൊന്ന് അതിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ആശ്രയിച്ചിരിക്കും. നമ്മുടെ വിദ്യാലയത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന എല്ലാവരുടെയും മാനസികാരോഗ്യം പരിഗണിച്ച് ഈ കഴിഞ്ഞ ഫെബ്രുവരി 15 വാഗമൺ, പട്ടുമല, പരുന്തുംപാറ എന്നീ സ്ഥലങ്ങളിലേക്ക് ഒരു ഉല്ലാസയാത്ര നടത്തി. എന്നെന്നും ഓർമ്മത്താളുകളിൽ സൂക്ഷിക്കുന്ന ഒരു നവ്യാനുഭവമായി നമ്മുടെ സ്റ്റാഫ് ടൂർ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തലും വരയുത്സവവും നടത്തപ്പെട്ടു. വളരെ കൗതുകകരമായ ഒരു അനുഭവമായിരുന്നു കുട്ടികൾക്ക് വരയുത്സവം. കുട്ടികൾ എല്ലാവരും ചേർന്ന് തങ്ങളുടെ കലാരചനകൾ ഒരൊറ്റ ക്യാൻവാസിൽ പകർത്തിയത് അവർക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായി തീർന്നു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ലീഡറെ തിരഞ്ഞെടുക്കാനും ഭാവിയിൽ തങ്ങൾ പങ്കാളികളാകേണ്ട ഇലക്ഷനും സമ്മതിദാനാവകാശവും കുട്ടികൾക്ക് അനുഭവവേദ്യമാക്കുന്നത് തരത്തിൽ നൂതന സംവിധാനം ഉപയോഗിച്ച് മോക്ക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഇവിടെ സ്കൂൾ ഇലക്ഷൻ സാധ്യമാക്കിയത്. അധ്യാപകർ പോളിംഗ് ഓഫീസർമാരായി പ്രചാരണ പരിപാടിയും ആകാംക്ഷാഭരിതമായ ഫലപ്രഖ്യാപനവും കുട്ടികളിൽ ഒരു പുത്തൻ ഉണർവേകി. സ്കൂൾ ലീഡർമാരായി കുമാരി അനുപമ കുഞ്ഞുമോനും മാസ്റ്റർ അഭിനവ് രവിയും തെരഞ്ഞെടുക്കപ്പെട്ടു. സത്യപ്രതിജ്ഞ ചടങ്ങും നടത്തപ്പെട്ടു. സഞ്ചയിക സമ്പാദ്യ പദ്ധതി കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുവാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സഞ്ചയിക സമ്പാദ്യ പദ്ധതി സെന്റ് തോമസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കുട്ടികളിൽ കൗതുകം ജനിപ്പിക്കുന്ന തരത്തിൽ മോക്ക് ബാങ്കിംഗ് സംവിധാനത്തിലൂടെയാണ് ഓരോ കുട്ടിയും തങ്ങളുടെ നിക്ഷേപം ആരംഭിച്ചത്. അതുവഴി ബാങ്ക് പ്രവർത്തനങ്ങൾ പഠിക്കുവാനും ഡിപ്പോസിറ്റ് റെസീപ്റ്റ് പൂരിപ്പിക്കൽ, ചെക്ക് ഉപയോഗിച്ച് പൈസ പിൻവലിക്കൽ ഇങ്ങനെയുള്ള ശേഷികൾ സ്വായത്തമാക്കുവാനും കുട്ടികൾക്ക് കഴിഞ്ഞു. അവസാനമായി നന്ദിയുടെ ഒരു വാക്ക്. ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയും താൽപര്യവും കാണിക്കുന്ന അഭിനന്ദന്മാർ തോമസ് തറയിൽ പിതാവിനും കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോബി മൂലയിലച്ഛനും മുൻ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ മനോജ് കർഗയിലച്ഛനും ഹെഡ് മിസ്ട്രസ് മിനി ടീച്ചറിനും മറ്റ് അധ്യാപകർക്കും PTA MBTA അംഗങ്ങൾക്കും എല്ലാ രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഹൃദയം തന്നെ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് യോഗത്തിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന മണിമല പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സിറിൽ പടർത്തിപ്പറമ്പിൽ സാർ, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പത്തനംതിട്ട മുൻ കളക്ടർ TT ആന്റണി സാർ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന റവറൻ ഫാദർ ജോസി ഏറത്തോട്, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ബിനോയ് കുട്ടുമണൽ സാർ, മുൻ HM ശ്രീമതി മിനി ജേക്കബ്, മുൻ അധ്യാപിക ശ്രീമതി മറിയാമ്മ തോമസ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അന്നമ്മ ജോസഫ് എന്നിവർക്കും നന്ദി. ഇതുവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്ന് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിനു മുമ്പിൽ നന്ദിയോടെ ഹൃദയം അർപ്പിച്ചും ഈ സ്കൂളിന്റെ മധ്യസ്ഥനായ മിസ്റ്റർ തോമസ് ലിഹായുടെ മധ്യസ്ഥം തേടിയും ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.